ഹലോ ഫ്രണ്ട്സ്, ഒരു നല്ല മീൻകറിയും കൂട്ടി ചോറ് കഴിക്കാൻ ആഗ്രഹമില്ലാത്ത ഏത് മനുഷ്യരാണ് ഉള്ളത് അല്ലേ? എപ്പോഴും നമ്മൾ മീൻകറി ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ വരും. അതെന്താണെന്നറിയാവോ? നമ്മൾ വെക്കുന്ന അതിൽ കറക്റ്റ് എഫേർട്ടും കാര്യങ്ങളൊക്കെ ഇട്ടായിരിക്കും എല്ലാം ചെയ്യുന്നത്. ചില സ്റ്റെപ്പുകളും നമ്മൾ മിസ്സാക്കുന്നുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ദയവായി വീഡിയോ മുഴുവൻ കാണുക. ഫസ്റ്റ് തന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ എണ്ണ ഒഴിക്കുന്നു, കടുക് വറക്കുന്നു, ഉലുവ പൊട്ടിക്കുന്നു. ഓക്കെ, നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതിന് വേണ്ടുന്ന സാമഗ്രികളെല്ലാം ചേർക്കുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് ശ്രദ്ധിക്കുക, നമ്മൾ എടുക്കുന്ന വടക്കംപുളി ആയല്ലേ, അത് കുറച്ച് ചൂട് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക കറി വെക്കുന്നതിന് മുൻപേ. ഓക്കെ, അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ്, ഈ സ്റ്റെപ്പ് ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. ഞാൻ പറയാം, നിങ്ങൾ എത്ര കരണ്ടി മുളക് പൊടിയാണോ എടുക്കുന്നത് അതിൻ്റെ പകുതി, 2 കരണ്ടിയാണെങ്കിൽ 1 കരണ്ടി മല്ലിപ്പൊടി എടുക്കുക. 2 കരണ്ടി മുളക് പൊടിക്ക് 1 കരണ്ടി മല്ലിപ്പൊടി. ഓക്കെ, അങ്ങനെ എടുക്കുക. മല്ലിപ്പൊടി കൂടുതൽ എടുക്കരുത്, കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. എപ്പോഴും മുളക് പൊടിയുടെ പകുതി എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. നല്ലതുപോലെ മിക്സായി ഒരു കുഴമ്പാക്കി വെക്കുക. ഓക്കെ, എന്താണെന്നറിയാവോ? നമ്മുടെ അമ്മമാർ എപ്പോഴും മുളക് പൊടി ഇട്ടതിന് ശേഷമായിരിക്കും മല്ലിപ്പൊടിയുടെ അടപ്പ് തുറക്കുന്നത്. അപ്പോഴത്തേന് ആദ്യം ഇട്ടത് കരിഞ്ഞു പോകും. ഓക്കെ, അതുകൊണ്ടാണ് പലപ്പോഴും കറിയുടെ ടേസ്റ്റ് മാറിപ്പോകുന്നത്. അവസാനമൊക്കെ ആകുമ്പോഴത്തേന് പുറകെ ഇടുന്ന സാധനങ്ങൾ ആ പച്ചയ്ക്ക് കിടക്കും, മുമ്പിട്ടത് കരിഞ്ഞു പോകും, കറിയുടെ ടേസ്റ്റ് മാറും. പിന്നീട് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, എണ്ണയിലിട്ട് നല്ലതുപോലെ മൂപ്പിക്കുക. ഗ്യാസിൻ്റെ തീ കുറച്ച് വെച്ചിട്ട് എണ്ണയിലിട്ട് നല്ലതുപോലെ മൂപ്പിക്കുക. നല്ലതുപോലെ എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ മൂപ്പിക്കുക. നിങ്ങൾക്ക് മനസ്സിലാകും, ആ ചുമന്ന കളറ് മാറി ഒരുമാതിരി കറുപ്പും ചുവപ്പും കൂടെ മിക്സായി വരുന്ന ഒരു കളർ വരും. ഓക്കെ, പിന്നെ ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരികയും ചെയ്യും. അന്നേരം മാത്രം നമ്മൾ കുതിർത്ത് വെച്ച പുളി അതിനകത്ത് ചേർക്കുക. പിന്നെ തക്കാളി ചേർക്കുക. തക്കാളി ഓപ്ഷണലാണ്. നമ്മൾ അന്ന് തന്നെ എടുക്കുന്ന കറിയാണെങ്കിൽ ഇങ്ങനെ തക്കാളി ചേർക്കുക, പിഴിപുളി ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ദിവസം വെക്കുന്ന കറിയിൽ തക്കാളി ചേർത്താൽ ചിലപ്പോൾ ചീത്തയായി പോകും, അതുകൊണ്ടാണ്. പിന്നീട് കുറച്ച് വെള്ളം, അമ്പറ വെള്ളമൊന്നും വെക്കരുത്. 1/2 ലിറ്റർ വെള്ളമൊക്കെ മാക്സിമം യൂസ് ചെയ്യുക, മീനൊക്കെ ഒന്ന് ഇതായി കിടക്കത്തക്ക രീതിയിൽ. നമ്മുടെ വീട്ടിൽ ഡെയിലി വെക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അത്രയൊക്കെ മതിയാകും. അല്ലാതെ വെക്കുമ്പം തോനെയൊക്കെ വെക്കുമ്പോൾ അതനുസരിച്ച് വെള്ളം ചേർക്കുക. ഓക്കെ, മീൻ എന്താണ് അതിൽ മുങ്ങി കിടന്നാൽ മാത്രം മതി, അല്ലാതെ മീൻ കാണാത്ത രീതിയിലൊന്നും വെള്ളം വെക്കരുത്. പിന്നെ ആവശ്യത്തിനും അലങ്കോലത്തിനും അഹങ്കാരത്തിനും ഒക്കെ വേണ്ടി എന്ത് ചെയ്യുക, നമ്മുടെ കറിവേപ്പില ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അത് മെയിനാണ്. ആദ്യം ഇട്ട് കൊടുക്കാം, അവസാനം നമ്മൾ വാങ്ങുന്നതിന് മുമ്പും ഇട്ട് വെക്കാം. പിന്നെ വെള്ളം പറ്റിച്ചെടുക്കുക എന്നുള്ളതാണ് പ്രധാന പരിപാടി. നിങ്ങളിങ്ങനെ ഈ രീതിയിലൊന്ന് കറി വെച്ച് നോക്കിയാൽ നല്ല അടിപൊളി കറിയായിരിക്കും. ഓക്കെ, വടക്കംപുളി ചേർക്കാത്തവരുണ്ട്, ഒരു പിഴിപുളി ചേർത്ത് കറി വെക്കുക. അത് കുറച്ചുകൂടെ നമുക്ക് അറിയാമല്ലോ. മീൻ കറി വെക്കാൻ ആരെയും പഠിപ്പിക്കേണ്ട. ഞാൻ ഈ 2-3 സ്റ്റെപ്പ് പറയാൻ വേണ്ടി മാത്രമാണ് ഇട്ടത്. കാരണം എന്ന് വെച്ചാൽ എപ്പോഴും നമ്മളിടുക എന്താണ്, എണ്ണ അങ്ങോട്ട് ചൂടായി സാധനങ്ങളൊക്കെ പൊട്ടിച്ച് കഴിയുമ്പോഴത്തേന് പോയി അടപ്പ് തുറന്ന് മുളക് പൊടി എടുക്കും, അതിൻ്റെ പുറകെ മല്ലിപ്പൊടി എടുക്കും. അപ്പോഴത്തേന് അരപ്പങ്ങ് കരിഞ്ഞു പോവും, മുമ്പിടുന്നങ്ങ് കരിഞ്ഞു പോവും, മീൻ കറിയുടെ ടേസ്റ്റ് മാറും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുമ്പോഴേ ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇങ്ങനെ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക കേട്ടോ. എപ്പോഴും ഒരേ രീതിയിൽ തന്നെയല്ലേ വെക്കുക, ഒന്ന് മാറ്റിപ്പിടിച്ച് ചെയ്ത് നോക്കിയേ. എല്ലാവർക്കും ആഗ്രഹമല്ലേ നല്ലൊരു മീൻ കറിയൊക്കെ കൂട്ടണമെന്ന്. നമ്മളെപ്പോഴും ചെയ്യുമ്പം നമുക്ക് പറ്റുന്ന ചില കാര്യങ്ങളാണ് അതങ്ങനെ ഫ്ലോപ്പായി പോകാനുള്ള കാരണം. നമ്മൾ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലല്ലോ നല്ല കറി വെക്കണം, നല്ല കറി വെച്ച് അപ്രിസിയേഷൻ വാങ്ങിക്കണമെന്ന് ആർക്കും ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, സംഭവിച്ചു പോകുന്നത് അല്ലേ. അൺഫോർച്ചുനേറ്റ്ലി അത് അങ്ങനെ ആയി പോകുന്നതാണ്. നമ്മൾ എഫേർട്ട് എടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, പക്ഷേ ചില സ്റ്റെപ്സ് നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. എളുപ്പപ്പണിക്ക് ചെയ്യുന്നതാണ്, ഇതും എളുപ്പപ്പണിയാണല്ലോ. നമ്മൾ എന്തൊക്കെയായാലും കറി വെക്കുമ്പോൾ ഉള്ളി അരിയണം, പച്ചമുളക് അരിയണം, അതിൻ്റെ കൂടെ ഈ അരപ്പും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാമെങ്കിൽ. പലരും ഇങ്ങനെയാണ് കറി വെക്കുന്നത്, അവർ സക്സസ്ഫുള്ളായിട്ട് ആ കറി കൂട്ടുകയും ചെയ്യും. ഓക്കെ, നമുക്ക് കുറച്ച് പേർക്ക് മിസ്സായി പോകും, അതുകൊണ്ടാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.